ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നമ്മൾ ചെയ്യാൻ പോകുന്ന ചാലഞ്ച് നമ്മൾ 3 പേരും 5 ക്വസ്റ്റ്യൻസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ചാലഞ്ചിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ. എനിക്ക് ഇഷ്ടമല്ലാത്ത ഫുഡ് ഫുഡ് ഉണ്ടോ? ആപ്റ്റായിട്ട് എന്ത് വരുന്നു? ആപ്റ്റായിട്ട് ആരുടെയാണോ കൂടുതൽ ക്ലോസ് ചെയ്യുന്നത്? ഉപ്പുമാവ്. ഉപ്പുമാവ് പറഞ്ഞു. ഓക്കെ, സഞ്ജന ഫുഡ് പറയും. പുട്ട്. ഓയ്യോ, അതൊരു ടഫസ്റ്റ് ഡിസിഷൻ ആണ്. കാരണം എനിക്ക് രണ്ടും ഇഷ്ടമല്ല. രണ്ടുപേർക്കും പോയിന്റ്. ഓക്കെ, നല്ല കുട്ടിയാണ്. രണ്ടുപേർക്കും പോയിന്റ് എടുത്തോളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്താ ഫുഡാണ്? കംഫർട്ട് ഫുഡ്. ബിരിയാണി ഉറപ്പിച്ചാ? ഫാസ്റ്റ് ഫുഡ് അല്ലേ? നീ ബിരിയാണി വെച്ചാൽ മതി. അയ്യോ, ബിരിയാണി നമ്മുടെ ഫേവറേറ്റ് ഫുഡ് ബിരിയാണി അല്ലേ? അല്ലല്ലോ. ഞാൻ മന്തി ഇരിക്കട്ടെ, എനിക്ക് പോയിന്റ് വേണ്ട. രണ്ട് പോയിന്റ് ആയില്ലേ? ഫുഡ് വെച്ചിട്ടില്ലാത്ത ഇതല്ല. പക്ഷെ എല്ലാവർക്കും എന്റെ ഒരു ഫോളോവർ ആണെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കി. ഇൻസ്റ്റാഗ്രാം. ഞാൻ എനിക്ക് ട്രഡീഷണൽ ഓർ മോഡേൺ സ്റ്റൈലാണ്. ട്രഡീഷണൽ കൂടുതൽ ട്രഡീഷണൽ ആണ്. എനിക്ക് ഇഷ്ടമുള്ള സ്റ്റൈലാണ്. ഇഷ്ടമുള്ളതാണോ? എനിക്ക് ഇഷ്ടമാണ് മോഡേൺ. ട്രഡീഷണൽ സ്റ്റൈലാണോ മോഡേൺ സ്റ്റൈലാണോ? എപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ കൂടുതൽ സ്റ്റോറി ഇടുന്നത് ട്രഡീഷണൽ ആണ്. ആ ക്വസ്റ്റ്യൻ ആണ് എനിക്ക് ഫോട്ടോ എടുക്കാൻ എല്ലാം ഇഷ്ടം. എനിക്ക് കൊണ്ട് ഡംപ് ചെയ്യണം, അതായത് കൊണ്ട് കളയണമെന്ന് എനിക്കൊരു സ്വഭാവം ഉണ്ടെങ്കിൽ അതെന്റെ ഏത് സ്വഭാവമായി? ഫുഡ് കഴിക്കണമെന്ന്. പക്ഷെ ഫുഡ് കഴിക്കാത്ത സ്വഭാവമായിരിക്കും. ഞാൻ പറയട്ടെ, ഓവർ തിങ്കിങ്. നിങ്ങളതൊക്കെ എനിക്കറിയാം. എന്റെ 2 ക്വസ്റ്റ്യനും ആൻസർ പറഞ്ഞു. ഞാൻ ചോദിച്ച 2 ക്വസ്റ്റ്യനും ആൻസർ പറഞ്ഞു. ഞാൻ രാവിലെ ഇരിക്കുമ്പോ വീട്ടിൽ വന്നിട്ട് ഫോണിലെടുക്കുന്ന ആദ്യത്തെ ആപ്പ് ഏതായിരിക്കും? ഞാന് കൃത്യസമയത്ത് വരാത്തപ്പോ ഞാൻ പറയുന്ന എക്സ്ക്യൂസ് അല്ല, അച്ഛൻ സംബന്ധിച്ചില്ല. നിങ്ങൾ സമയം ഡിസൈഡ് ചെയ്തു. ഇപ്പൊ നമ്മൾ പറയുന്ന എക്സ്ക്യൂസ് ആയിട്ട് സത്യം. ഇപ്പൊ ഞാനിപ്പോ നിങ്ങൾ 2 ബസ്സിലല്ലേ വരുന്നത്, അപ്പൊ ഞാൻ കളന്നല്ലേ വരുന്നത്. അപ്പം നിങ്ങൾ വന്നിട്ടും ഞാൻ ഒത്തിരി സമയം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഞാൻ പറയുന്ന എക്സ്ക്യൂസ്. അങ്ങനെ പഞ്ചുവാലിറ്റി ഇല്ലാതെ ഞാൻ കളിക്കുന്ന സമയത്ത് താമസിച്ചു. ഞാൻ ഓരോ സമയത്ത് ഓരോ എക്സ്ക്യൂസ്. എല്ലാം പൊളിഞ്ഞു. ഞാൻ ടൈമിന്റെ കാര്യം പറഞ്ഞു. ഞാൻ എന്താ ഇതിനൊക്കെ താമസിച്ചു, അല്ലെങ്കിൽ താമസിച്ചു, അല്ലെങ്കിൽ അച്ഛൻ വീട്ടില്ല വീട്ടില്ല. അങ്ങനെ 2 മാർക്ക് എടുത്തു. 2 ഞാൻ പറയാനുള്ളതാ. ഞാൻ 3, എനിക്ക് 4. ആരെങ്കിലും നമ്മള് പ്ലാൻ ചെയ്തത് തെറ്റിക്കുമ്പോ എന്റെ ആദ്യത്തെ റിയാക്ഷൻ മനസ്സിലായില്ല. ഒന്നുകൂടി നമ്മള് കാര്യം പ്ലാൻ ചെയ്തിട്ട് അത് തെറ്റിക്കുക, അന്നേരം എന്റെ ആദ്യത്തെ റിയാക്ഷൻ പറയൂ. അങ്ങനൊരു ദേഷ്യം അല്ലെങ്കിൽ ഒരു രണ്ടും കറക്റ്റാ. 2 പേർക്ക് മാർക്കേ. ഞാനൊരു ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ
ഉണ്ടാക്കിയത് അതൊന്നും മുട്ട പൊരിച്ചത്, ഇപ്പി നൂഡിൽസ്, ചായ, കാപ്പി, കോഫി, നൂഡിൽസ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഞാൻ ഇത്ര അണ്ടർസ്റ്റാൻഡിങ് നിങ്ങളുടെ അടുത്ത്. നീ ഞാൻ ഫേക്ക് ആയി ഞാനിപ്പം നിങ്ങൾ എന്തെങ്കിലും കാര്യം എന്നോട് നമ്മളിപ്പോ ചാറ്റ് ചെയ്തോണ്ടിരിക്കുക, നിങ്ങൾ എന്തെങ്കിലും കാര്യം പറഞ്ഞു, കൂടുതലും ഞാൻ പറയുന്ന റിപ്ലൈ എന്തായിരിക്കും? കേട്ടോ, അല്ലെങ്കിൽ എപ്പോഴാ പോകുന്നത് ഇത് കഴിക്കും, പിന്നെ ഓക്കെ കഴിക്കും. രണ്ടുപേരുടെ ഫേവറേറ്റിസം ആയിരുന്നു ഗൈസ്. എന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ച പൊളിയുമല്ല. അതെ അല്ല, ഇപ്പൊ ഞാൻ ചോദിക്കാം, നീ അത് കണ്ടായിരുന്നോ? അല്ലെങ്കിൽ നീ ചോദിക്കുക അവിടെ പോയായിരുന്നോ? ഞാനുണ്ട്. നീ എന്താ പറയുന്നത്? ഞാൻ അങ്ങനത്തെയൊക്കെ നോക്കണേ, ഇതൊക്കെ ഞാൻ എന്താ ഞാനാ. ഓ അത് വരുന്നില്ലല്ലേ? നീ ഒന്നും പറയുന്നില്ലേ? ഓക്കെ പോട്ടെ. തയ്ക്കാറില്ല ഉറപ്പിച്ചില്ലല്ലോ. ഞാൻ പറഞ്ഞു കൊടുത്തു. അച്ഛക്ക് കൊടുക്കുന്നുണ്ടോ? ഓക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് മാർക്കില്ല. ഞാൻ കുറച്ച് ബർത്ത്ഡേ പരമായിട്ട് പോവുകയാണ്. ബർത്ത്ഡേ പരമായിട്ട് പോവുക, അത് ഞാൻ ഉദ്ദേശിച്ചത് ബർത്ത് റിലേറ്റഡ് അല്ല. എന്റെ നക്ഷത്രം പൂരമാണോ? കുറേനല്ലേ? എന്തോന്നാണ് എനിക്ക് ഇങ്ങനെ മകരം മകരം അശ്വതിയാണ്. അശ്വതി അതുപോലെ അശ്വതിയായിരിക്കും. രേവതി അശ്വതിയാണ്. അശ്വതി രേവതി വന്നു. അശ്വതി നീ പറഞ്ഞോ. അശ്വതിയാണോ? ഇഷ്ടം പോലെ. അതിന്റെ ചെവിയിൽ ഇവിടെ നടപ്പുണ്ട്. പക്ഷെ മൂലം അത് പറഞ്ഞേ. എനിക്ക് പെട്ടെന്ന് മൂലം ചിത്തിര അശ്വതി മകം എടി രണ്ട് കൽപ്പിച്ച് ഒറ്റ ഉത്തരം. 1 2 3 സ്റ്റാർട്ട് പറ. മകം അശ്വതി മകം മകം. ഞാനില്ലെങ്കിൽ നിങ്ങളില്ല എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടില്ലേ? അശ്വതി. ഞാൻ പറഞ്ഞു. നീ മേക്കപ്പ് ചെയ്യുമ്പോ എന്റെ വന്നില്ല സ്കൂളിലൊക്കെ പോകുമ്പോ എന്തായാലും വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ചെയ്യാൻ പോകാറില്ല. സമയം കിട്ടിയില്ല. പൊട്ട് അല്ല പൊട്ട് വന്നിട്ടുണ്ട്. എന്താ ഇതില്ല? മേക്കപ്പ് ആണോ? മേക്കപ്പ് അതോ ഓർണമെന്റ്സ് പൗഡർ? രണ്ടുപേരും പറഞ്ഞത് തെറ്റ പൊട്ട പൊട്ട് അല്ല പറഞ്ഞിട്ട് പോയെങ്കിലേ ഉള്ളൂ. ഞാൻ വീട്ടിൽ നിന്ന് തൊട്ട് ഇറങ്ങത്തുള്ളൂ. പൊട്ട് പൗഡർ ഇടാൻ ഞാൻ ഇറങ്ങും. ഇതിന്റെ കണ്ണ് എത്ര നാളാ കണ്ണിന് അസുഖം എഴുതാം. അതുകൊണ്ട് എനിക്കറിയാം. അപ്പൊ രണ്ടുപേരും എന്നെ അറിയുന്നില്ല കേസ്. അതാണ് സത്യം. നമ്മൾ മൂന്നുപേരും കൂടി ഇപ്പൊ ടൂർ പോവാ. ഞാൻ സജസ്റ്റ് ചെയ്യുന്ന പ്ലേസ് ഏതായിരിക്കും? എന്നുവെച്ചാൽ എങ്ങനത്തെ പ്ലേസ് ആയിരിക്കും? ഞാൻ പറയുന്ന വാചകത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇതിനെ പറ്റി ഒത്തിരി സംസാരിക്കാറുണ്ട്. ഇങ്ങോട്ടാ പോകണം. എടി ഹില്ലി മൗണ്ടൻസ് അങ്ങനെയാണോ? എന്ന് വെച്ചാൽ തണുപ്പുള്ള പ്രദേശം, ചൂടുള്ള പ്രദേശം, എന്ത് ബേസ്ഡ് ആയിട്ട് സ്ഥലം സ്ഥലമായിരിക്കും. സ്ഥലപ്പേരല്ല, പ്രകൃതി രമണീയമായ സ്ഥലം. പ്രകൃതിരമണീയമായ സ്ഥലം. ഞാൻ എപ്പോഴും പറയാറുള്ള വാക്കാ. പ്രകൃതിരമണീയമായ സ്ഥലം. ഇല്ല. എക്സാക്ട് വാക്കാ നീ പറഞ്ഞു. ഓ ഭയങ്കര കണക്ഷൻ ആണ് ഗൈസ്. അറിയാം കൊണ്ട് ഇരുത്തിയേക്കുന്നതാണ്. എന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഞാനൊരു സാധനം ഇല്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങത്തില്ല. ഞാൻ ഇല്ലാതെ പോകുന്നില്ല. അതിന്റെ ഇൻസ്റ്റാഗ്രാം പാസ്വേഡ്. അത് പാസ്വേഡ് എന്ന് പറഞ്ഞില്ല, അത് നേരത്തെ ഇൻസ്റ്റാഗ്രാം പാസ്വേഡ് പണ്ടത്തെ കൊണ്ട് അത് ഞാൻ വീട്ടിലല്ലാതെ വേറൊരാളോട് പറഞ്ഞിട്ടുണ്ട്. ആരോടായിരിക്കും? വീട്ടിലെന്ന് മാത്രമേ അറിയത്തുള്ളൂ. ആർക്കുണ്ടായിരുന്നു അല്ല ആരോടും ഞാൻ ഞങ്ങളിലാണോ? നിങ്ങളിലാകാം, അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ഇടയില് ഫ്രണ്ട്സ് ഒരാളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒറ്റ ഒരാളോടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്നോടാണെന്ന് പറയാം. ഞാൻ എന്നോടാണെന്ന് പറയൂ. എനിക്ക് അറിയില്ല പാസ്വേഡ്. നീ പറ. ഞാൻ എന്നോട് അങ്ങനെ പറയാം. ഞാൻ എന്നോട് സ്കൂളിൽ വെച്ച് നീ സദന ഇല്ലായിരുന്നു. പാസ്വേഡ് ആണ്. പാസ്വേഡ് ന്യൂ പാസ്വേഡ്. അങ്ങനെയായിരുന്നു എനിക്ക് പാസ്വേഡ്. ന്യൂ പാസ്വേഡ് അപ്പൊ മാർക്ക് രണ്ടുപേരും അല്ല ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കണ്ടേ? ശരിക്കും ഞാൻ ഇൻട്രോവേർട്ട് ആണോ എക്സ്ട്രോവേർട്ട് ആണോ? ശരിക്കും എന്റെ റിയൽ ക്യാരക്ടർ എന്റെ
ഫ്രണ്ട്സിനെ ഞാൻ അത്രയ്ക്ക് മനസ്സിലാക്കിയിരിക്കുന്നു. എനിക്ക് ഒട്ടും മനസ്സിലാക്കിയിട്ടില്ല. അല്ല, ഒരു അടി മുടി തെറ്റാതെ അത്രയ്ക്ക് ഇതിലെ പണിയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഗൈസ്.